ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നല്ലൊരു ദീപാവലിയൊക്കെ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി, പക്ഷേ ഞാൻ ഒരു ലേറ്റ് വീഡിയോ ആണ്. അന്ന് ദീപാവലിക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിളക്കൊക്കെ വെച്ച ഒരു ചെറിയ ഫോട്ടോസൊക്കെയാണ് ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇവരാണ് എൻ്റെ ദീപാവലി ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റനപ്പ് ആക്കിയത്. സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഒരു ചെക്ക് ലിസ്റ്റൊക്കെ റെഡിയാക്കി വീട്ടിലൊന്ന് പോകണമായിരുന്നു. ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. സോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് വേണ്ടി ഒരു ചെറിയ ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പോകുന്നത്, രാത്രിയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൽ കുറച്ച് മാവൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇഡ്ഡലി ദോശ അതൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. 2 ഡേയ്സിനാണെങ്കിൽ പോലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും റൈസാണ് കുക്കായിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ റൈസല്ല, കപ്പയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു ചെറിയ പീസ് കപ്പ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജൊന്ന് ഒതുക്കാം. രാവിലെ കഴിച്ച ഇഡ്ഡലിയുടെ ഇത് തട്ടും പാത്രം ഒന്നും കഴുകിയിട്ടില്ല. പിന്നെ ഫ്രിഡ്ജിൽ വേറെ എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഉണ്ടോ, അപ്പോൾ കുറച്ച് മാവും കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാത്രി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് 2 ദോശ ചുട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു മുളക് ചമ്മന്തി അരച്ചതാണ്. അപ്പോൾ അങ്ങനെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു, വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. എങ്ങനെ നമ്മൾ മെസ്സാക്കും ലൈക്ക് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ കിച്ചൺ ഒരു കുഞ്ഞു കിച്ചനാണ്, അതൊക്കെ ഞാനൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഇത് ഞങ്ങളുടെ ചെറിയൊരു ഡൈനിങ് ഏരിയ, അതും ഒന്ന് ക്ലീൻ ചെയ്തു. ഇത് ഞങ്ങളുടെ ചെറിയൊരു ലിവിങ് ഏരിയയാണ്. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ വലിയ സമാധാനം. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. സോ ഇത് ഞങ്ങളുടെ ഗസ്റ്റ് ബെഡ്റൂമാണ്. സോ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ബാഗും ഞാൻ പാക്ക് ചെയ്തൊക്കെ വെച്ചു. കൊണ്ടുപോവേണ്ട സാധനം 2 ഡേയ്സിന് മാത്രമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളുടെ കാറിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല. അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ചോക്ലേറ്റ് കഴിക്കുന്ന ശീലമുണ്ടോ? ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ റോങ് തിങ്. പക്ഷേ എനിക്ക് അങ്ങനെ എപ്പോഴും തോന്നാറില്ല, ബട്ട് വൺസ് ഇൻ എ വൈൽ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഡയറി മിൽക്ക് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതൊരു കൈൻഡ് ഓഫ് റേസാണ്. ഇപ്പോൾ മുന്നേ പോകുന്ന വണ്ടി ഏതാണെന്ന് പോലും നമുക്ക് ഒരു പരിചയവുമില്ല. പക്ഷേ എന്നാൽ പോലും ഓവർടേക്ക് ചെയ്യാമോ എന്നൊക്കെ ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് ഒരു ചെറിയതായിട്ടൊന്ന് സംസാരിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ എന്താ പറയുക, ഒരു നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞതുപോലെ. പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇതായിരുന്നു ഞങ്ങളുടെ വേഷം. ഫുള്ളി ടയേർഡായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇതാണ് ഹസ്ബൻഡിൻ്റെ വീട്. അപ്പം ഞങ്ങൾ എല്ലാവരും എന്താ റെഡി ആയിട്ട് ഫംഗ്ഷൻ വീട്ടിലോട്ട് പോവാണ്. സോ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഡ്രസ്സ് ഇടണം അതൊക്കെ നമുക്ക് നേരത്തെ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഡ്രസ്സപ്പ് ചെയ്ത് അന്ന് രാവിലെ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ എത്ര മണിക്ക് ഇറങ്ങണം അതൊക്കെ ഞാൻ ചോദിച്ച് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ റെഡി ആയത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ പ്ലാൻ ചെയ്ത ഡ്രസ്സ് ഇതാണ്. സാരിയാണ്, ഇങ്ങനത്തെ ഒരു ഫാൻസി ടൈപ്പ് സാരിയാണ് ഞാൻ അന്ന് ഉടുത്തിരുന്നത്. കൊള്ളാമോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മോൾക്കും ഒരു പിങ്കിഷ് പോലത്തെ ഒരു ഫ്രോക്കാണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നത്. അന്ന് ഭയങ്കര വെയിലും ഒക്കെ ആയിരുന്നു. ക്ലൈമറ്റ് വാസ് ഓക്കെ. അത്യാവശ്യം രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ചേട്ടൻ ഒരു റെഡും ഷർട്ടും മുണ്ടും ഒക്കെ ആയിട്ട് അങ്ങനെ മാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞത് അവരുടെ ഫംഗ്ഷൻ്റെ സ്ഥലത്ത് നമ്മൾ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ എന്താ പറയുക, ഒരു 1-2 ഫോട്ടോസൊക്കെ സെൽഫി ആയിട്ടൊക്കെ നമ്മളെടുത്ത്. ഇതൊക്കെ ഒരു സ്വീറ്റ് മെമ്മറീസ് അല്ലേ. ഞാൻ ഈ യൂട്യൂബ് ചെയ്യുന്നത് തന്നെ സ്വീറ്റ് മെമ്മറീസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്ക് ഈ സാരി പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇഷ്ടപ്പെടാത്തവർ കുറേ പേരുണ്ട്. എൻ്റെ അടുത്ത് പേഴ്സണലിയും പറഞ്ഞവരുണ്ട് കൊള്ളത്തില്ല എന്നൊക്കെ. പക്ഷേ ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. ഞാനത് നന്നായിട്ട് ഡ്രൈപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അങ്ങനെ ഇത്രയേ ഉള്ളൊരു ചെറിയ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയിൽ കാണും വരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.